ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര വെയിൽസിലെ പോവീസിലുള്ള ലേക്ക് റൺവിയിലേക്കുള്ളതാണ്. ഈ ലേക്ക് ഒരു മാൻമെയ്ഡ് റിസർവയറാണ്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഹെറിഫോർഡിൽ നിന്നാണ്. ഹെറിഫോർഡിൽ നിന്ന് ഈ ലേക്കിലേക്ക് 3 മണിക്കൂർ ജേർണി ഉണ്ട്. അപ്പോൾ ഇവിടെ കൗൺസിലിൻ്റെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അവിടെ റീഫ്രഷായി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് കൺട്രി സൈഡിൽ കൂടിയാണ്. ഇതിലെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൺട്രി സൈഡിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ. പ്രത്യേകിച്ച് ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ എല്ലാവരും പാലിച്ച് യാത്ര ചെയ്യുന്ന കാരണം നമുക്ക് ഡ്രൈവിങ് ഭയങ്കര ഈസി ആയിരിക്കും. ഞങ്ങൾ ഈ ലേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ഹിൽ സൈഡിലേക്കാണ് പോയത്. അവിടെ വളരെ അതിലേക്കൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് വെയിൽസിൽ ഈ സ്ഥലം. ഇതിലേക്കൂടെയുള്ള യാത്രയിൽ മൂടൽമഞ്ഞും മഴയും മലകളും ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വഴികളും എല്ലാം കൂടെ വളരെ രസമാണ്. ഇതിലേക്കൂടെ ഡ്രൈവ് വളരെ മനോഹരമായി തോന്നി. പിന്നെ ഇതിലേക്കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു മൂന്നാർ, കട്ടപ്പന, ഇടുക്കി ആ ഭാഗങ്ങളിലൂടെയൊക്കെ വയനാട് കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ. ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇതൊരു നമ്മൾ കേരളത്തിലാണോ എന്ന് പോലും ഓർത്ത് പോകും. അത്ര രസമാണ് ഇതിലുള്ള യാത്ര. ഹിൽ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ താഴേക്ക് പോവുകയാണ്. അടുത്ത നമ്മൾ പോകുന്നത് ഒരു പിക്നിക് പോയിന്റിലേക്കാണ്. ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ ലേക്ക് മൊത്തം ചുറ്റി കറങ്ങി കണ്ടപ്പോൾ ആകെപ്പാടെ 1-2 കോഫി ഷോപ്പൊക്കെ കണ്ടുള്ളൂ. അത് ഞങ്ങൾ ചെന്നപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫുഡ് ഞങ്ങളുടെ കയ്യിൽ കരുതിയായിരുന്നു. അങ്ങനെ കരുതി വരുന്നതാണ് ഏറ്റവും നല്ലത്. കരുതി വരുവാണെങ്കിൽ നമുക്ക് ഈ ലേക്ക് വ്യൂ പോയിൻറ്റിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കുന്നതാണ്.
24/7 ആക്സസ് ഉണ്ട്. ഇത് 5 മൈൽ ചുറ്റളവിലാണ് ഈ ലേക്ക് കിടക്കുന്നത്. ഈ ലേക്കിൽ ഈ 5 മൈലും നമുക്ക് കാർ ഓടിച്ച് ഇതിൻ്റെ വ്യൂ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു തിക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇത് വളരെ മനോഹരമായ നാച്ചുറൽ ബ്യൂട്ടിയാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇത്. അതുപോലെ ഭംഗിയാണ്. അതുമാത്രമല്ല, ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളവർക്ക്, ഹൈക്കിങ്, സൈക്ലിങ് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ആ പിക്നിക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ 3-4 പിക്നിക് പോയിന്റുകളുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ വ്യൂ പോയിന്റിലും പാർക്കിംഗ് ഉണ്ട്. അത് ഫ്രീ ആണ്. പിക്നിക് പോയിന്റിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബോട്ട് ഹയറിലേക്കാണ്. അങ്ങനെ നമ്മൾ ബോട്ട് ഹയറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വാട്ടർ സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. മഴയുള്ള ദിവസം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബോട്ട് സർവീസ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. ബോട്ട് ഹയറിലെ കാഴ്ചകൾ കണ്ട ശേഷം നമ്മൾ അടുത്ത് പോകുന്നത് നെക്സ്റ്റ് പിക്നിക് പോയിന്റിലേക്കാണ്. അവിടുത്തെ പിക്നിക് നേരത്തെ കണ്ട അതേ സെയിം രീതിയിലാണ് ഈ പിക്നിക് പോയിന്റും. ഇവിടെയും പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ആസ്വദിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് ഇവിടെ ഇരുന്ന്. ഈ ട്രിപ്പ് ഞങ്ങൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അടുത്ത വീഡിയോ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സ്ട്രെയിനിങ് ടവറിനെ കുറിച്ചും പിന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഡാമിനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രണ്ട്സ്.